ഇപ്പൊ അന്ന് നിമിഷ വിജയൊക്കെ വന്നു. ഇപ്പൊ നിമിഷ വിജയൊക്കെ രേണുവിനെതിരെ വീഡിയോ ചെയ്യുന്നുണ്ടോ? ചെയ്യട്ടെ. ആരാണ് ചെയ്യട്ടെ. നിങ്ങൾക്കൊക്കെ അറിയാലോ, എന്റെ പപ്പായ്ക്കും അമ്മയ്ക്കും എന്തായാലും അവർക്ക് അസുഖമൊക്കെ, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഉം. പിന്നെ രണ്ട് മക്കളെ നോക്കണേ, നമ്മൾ ഇറങ്ങണം. അപ്പൊ ഇവര് ഇതിനെതിരെ പറയുന്നവര് പറയട്ടേന്നെ. ഈ പറയുന്നവർക്കൊക്കെ ഭർത്താവും അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പിന് ആൾക്കാരൊക്കെ ഉള്ളവരായിരിക്കും പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ആളില്ല. അപ്പൊ ഞാൻ ഇറങ്ങിയാൽ മാത്രമേ, നിങ്ങൾക്കറിയാലോ ഒരു ശരാശരി ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കുന്നത് സാധാരണ ആൾക്കാർക്ക് അറിയാം അല്ലെ. ഭയങ്കര കഠിനമായിട്ടുള്ള ഇതിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം എന്താ പറയാ, അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒരു അല്ല അഭിനയമാണല്ലോ എന്തായാലും ജോലി ചെയ്ത് ജീവിക്കുന്നത്. മറ്റുള്ളവർക്ക് പ്രശ്നമാണെങ്കിൽ അവരിരുന്ന് പറയട്ടെ, അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് പറയട്ടെ എന്ന് ഞാൻ പറയുന്നത്. അവരെ ആരെയും ഇപ്പൊ ഈ പറഞ്ഞ ഇവരെ പോലും ഞാൻ കുറ്റം പറയാറില്ല. സാധാരണ രേണു സുധിക്കെതിരെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ തിരിച്ചും അതേ കണക്ക് തന്നെ പ്രതികരിക്കുന്ന ഒരാളാണ് രേണു സുധി. ഇപ്പോൾ നിമിഷയെ പറ്റി ഇതേ കണക്ക് പറയുന്നുണ്ടായിരുന്നു. നിമിഷ ഈ ഒരു രേണുവിനെ പറ്റി കുറേയധികം വീഡിയോസിൽ വന്നിരുന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും രേണുവിൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ച സമയത്ത് രേണു ഭയങ്കര കാമായിട്ട് കറക്റ്റായിട്ടൊരു മെച്ചുവറായിട്ടുള്ള മറുപടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരെന്ത് വേണമെങ്കിലും പറയട്ടെ, എനിക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനു മുമ്പും കുറേയധികം പേര് ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഇപ്പം പ്രതികരിച്ച രീതിയിൽ രേണു പ്രതികരിച്ചില്ലെന്ന് അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഇപ്പം പറഞ്ഞ ഈ ഒരു മറുപടി രേണു പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൾക്കാർ പറയട്ടെ, എനിക്ക് ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്യും, എൻ്റെ മക്കളുടെ കാര്യമൊക്കെ നോക്കാറുണ്ട്, അത് ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇതാണ് കറക്റ്റായിട്ടുള്ള മെച്ചുവറായിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്. ഇത് തീരുമാനം നേരത്തെ എടുക്കണമെന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പറയുമ്പോൾ അതിനെ പ്രതികരിക്കുന്നതുകൊണ്ടാണ് രേണുവിനെ പിന്നെ ആൾക്കാർ ഓരോന്നായിട്ട് പറയുന്നുണ്ടായിരുന്നത്. സോ നിങ്ങളുടെ ഇപ്പോൾ എടുത്ത തീരുമാനം ബെസ്റ്റാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി. അതല്ലാതെ ഇനിയും ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൽ പ്രതികരിക്കാൻ നിൽക്കാതിരിക്കുക.